നിങ്ങൾ വായിച്ചത് തെറ്റിയിട്ടില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും ആഴമുള്ള കായലിന്റെ നടുവിലൂടെ തന്നെയാണ് ഈ മനുഷ്യർ നടക്കുന്നത്. പറഞ്ഞു വരുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന സാമ്പ്രാണിക്കൊടി ഐലൻഡിനെ പറ്റിയാണ്. വേലിയേറ്റ സമയത്ത് പോലും മുട്ടറ്റം അല്ലെങ്കിൽ അരയോളം മാത്രം വെള്ളമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ കൊച്ചുകുട്ടികൾക്ക് പോലും സുരക്ഷിതമായി ഇറങ്ങാനും ആസ്വദിക്കാനും സാധിക്കുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് 2 ഏക്കറോളം ഭൂമിയിൽ കണ്ടൽ കാടുകൾ സമൃദ്ധമായി വളർന്നിരിക്കുന്നതാണ്. കായലിന്റെ നടുവിൽ പൂർണ്ണമായും വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ കടകളും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ തുരുത്തിൽ മൊത്തം ഉറച്ച മണലും ചെളിയും ആയതുകൊണ്ട് തന്നെ താണുപോകും എന്നുള്ള പേടി വേണ്ട. 9 വർഷത്തിനു മുമ്പ് ദേശീയ ജലപാത 3 വേണ്ടി കായൽ ട്രെഞ്ച് ചെയ്തെടുത്ത മണ്ണ് കൂട്ടിയിട്ടുണ്ടായ ഒരു ദ്വീപാണ് സാമ്പ്രാണിക്കൊടി. സാമ്പ്രാണിക്കൊടി എന്ന പേരിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. പണ്ടുകാലത്ത് ചൈനക്കാരുടെ ചരക്ക് കപ്പലുകൾ ഈ തീരത്ത് ധാരാളമായി വന്നിരുന്നു. ഈ കപ്പലുകളെ ചമ്പ്രാണി എന്നാണ് പ്രദേശവാസികൾ വിളിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് സാമ്പ്രാണിക്കൊടി എന്ന പേര് വീണത് എന്ന് പറയപ്പെടുന്നു. DTPCയുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഒരാൾക്ക് വെറും 150 രൂപ ടിക്കറ്റിൽ നമുക്ക് തുരുത്തിൽ പോയി വരാവുന്നതാണ്. കൊച്ചുകുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. തുരുത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് നമ്മളെ എത്തിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾക്ക് ആ ദ്വീപ് മുഴുവൻ നടന്ന് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. തുരുത്തിൽ ഇറങ്ങുമ്പോൾ കഴിവതും ചെരുപ്പിട്ടിറങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം കല്ലുമേക്കായയുടെയും കക്കയുടെയും തോടുകളും കണ്ടൽ ചെടികളുടെ വേരും ചിലയിടങ്ങളിൽ കുപ്പിച്ചില്ലുകളും ഒക്കെയുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് യാത്രാസമയം. ഇതിനടുത്തായി തന്നെ മറ്റു ചെറു ദ്വീപുകളുണ്ട്. അവിടേക്കൊക്കെ പോകാനായി പ്രദേശവാസികളുടെ ചെറു ബോട്ട് സൗകര്യമുണ്ട്. ഒരാൾക്ക് 50 രൂപ നിരക്കിൽ നമ്മളെ ബാക്കിയുള്ള ദ്വീപുകളും ഞണ്ട് കൃഷിയും കരിമീൻ കൃഷിയും ഇവിടുള്ള ബാക്കി സ്ഥലങ്ങളും ഒക്കെ കൊണ്ട് കാണിക്കുന്നതാണ്. കേരളത്തിലെ കായലുകളിൽ വലിപ്പത്തിൽ രണ്ടാമതാണെങ്കിലും ആഴത്തിൽ ഒന്നാമതാണ് അഷ്ടമുടിക്കായൽ. ഏകദേശം 21 അടിയോളം ആഴമുണ്ട് ഈ കായലിൽ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയായി എനിക്ക് തോന്നിയത് ഇവിടുത്തെ നക്ഷത്ര കണ്ടലുകളുടെ പൂക്കളാണ്. സാധാരണ ചെടികളുടെ പൂവിൽ നിന്നും വ്യത്യസ്തമായി പച്ച നിറത്തിൽ നക്ഷത്രത്തിന്റെ ആകൃതിയിലുള്ള ഇതിന്റെ പൂക്കൾ. ഇവിടെ നിന്ന് നോക്കിയാൽ നീണ്ടകര പാലവും കുരീപ്പുഴ പാലവും തളവാപുരം പാലവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കായലും പൊഴിയും കണ്ടൽക്കാടുകളും മത്സ്യങ്ങളും പക്ഷികളും ചെറുവള്ളങ്ങളും വീടുകളും ചീനവലകളും കായൽ പരിസര നിവാസികളുടെ ജീവിതവും ഒക്കെ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കുന്നതാണ്. പ്രദേശവാസികളിൽ നിന്നും നമുക്ക് കായൽ ഉൽപ്പന്നങ്ങളായ കല്ലുമ്മേക്കായയും മീനും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ചരിത്രരേഖയായ ഉണ്ണിനീലി സന്ദേശത്തിലും സാമ്പ്രാണിക്കൊടിയെപ്പറ്റി പരാമർശങ്ങളുണ്ട്.